ഫിലിം സ്റ്റോറി എക്സ്പ്ലനേഷൻ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അസ്ത്ര എന്ന സിനിമയാണ്. വീഡിയോ കണ്ടു നോക്കി എക്സ്പ്ലനേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സിനിമ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരാൾ അയാളുടെ മകനെ വിളിച്ച് സംസാരിക്കുന്നതാണ്. ഇയാൾ വയനാട്ടിലുള്ള ഫോറസ്റ്റ് ഓഫീസർ മഹാദേവനാണ്. വീഡിയോ കോൾ വഴി സംസാരിക്കുകയാണ്. മകനോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് നീ പെണ്ണ് കാണാൻ വരിക എന്ന്. അപ്പോൾ മോൻ പറയുന്നു, എനിക്കിവിടെ ഒത്തിരി തിരക്കുണ്ട്, എനിക്ക് ലീവ് എടുത്തൊന്നും വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നീ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന്. കോൾ കട്ട് ചെയ്തതിന് ശേഷം അയാൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇയാൾ ഡോറ് തുറക്കുമ്പോഴേക്കും 5-8 ആളുകൾ മാസ്കും തൊപ്പിയൊക്കെ വെച്ച് റൂമിലേക്ക് തള്ളിക്കയറി ഇയാളെ അടിച്ച് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഭിത്തിയിൽ ഒരു ആരോയുടെ സിമ്പല് രക്തം കൊണ്ട് വരയ്ക്കുന്നുണ്ട്. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ അസ്ത്ര എന്ന് എഴുതി കാണിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്. SI ബാബുരാജിനെയാണ് മഹാദേവനെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 മരണങ്ങൾ തമ്മിൽ 48 മണിക്കൂറത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷന് ചുറ്റും മീഡിയക്കാരൊക്കെ വന്ന് അത് മാവോയിസ്റ്റുകൾ ചെയ്തതാണോ എന്നൊക്കെയുള്ള സംസാരങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇതാണ് CI വർക്കി. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ 2 കൊലപാതകങ്ങളുടെയും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത സീനിൽ കേസന്വേഷണത്തിൻ്റെ പുരോഗതിയെപ്പറ്റി മറ്റും സംസാരിക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. കൊലപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളായതിനാൽ തന്നെ പ്രതിപക്ഷവും മീഡിയയും എല്ലാം വളരെയധികം രോക്ഷാകുലരായി ബഹളം വെക്കുകയാണ്. അർദ്ധരാത്രിക്കാണ് കൊലപാതകം നടന്നത്. പോലീസ് സ്റ്റേഷനിൽ മൊത്തം 5 പോലീസുകാരുണ്ടായിരുന്നെങ്കിലും എല്ലാവരെയും ആക്രമിച്ചു. അതിനുശേഷമാണ് SIയെ കൊലപ്പെടുത്തിയത്. എന്നാൽ അവർ ഭയങ്കര പ്ലാനിങ് ആയിട്ടാണ് കൊലപാതകം നടത്തിയത്. ആരും പ്രതികളെ കണ്ടില്ല, മുഖമൊക്കെ മറച്ചിരുന്നു. ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല എന്ന് പോലീസുകാർ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, പുതിയൊരു ടീമിനെ കേസന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയാണോ നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ട എന്നുള്ളത്. ഇതാണ് CA ജോഷി മാത്യു. ഇദ്ദേഹത്തിനെയാണ് ഇനി കേസന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. SP ഡേവിഡ് കുരുവിള ജോഷി മാത്യുവിനെയും CI വർക്കിയെയും പുള്ളിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം കേസ് ഫയലൊക്കെ കൈമാറാൻ വർക്കിയുടെ അടുത്ത് പറയുകയാണ്. എന്നാൽ ആ കേസ് ഫയലിൽ യാതൊന്നുമില്ല എന്ന് ജോഷി മാത്യു പറയുകയാണ്. ജോഷി മാത്യുവിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഫിറോസ് എന്നുള്ളൊരു പോലീസുകാരനെയും കൊടുക്കുന്നുണ്ട് SP. അതിനുശേഷം ബാബുരാജിനെ ആക്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 5 പോലീസുകാരെ കാണാനായിട്ട് എത്തുകയാണ് ജോഷി. എന്നാൽ അവരിൽ നിന്ന് യാതൊന്നും കിട്ടുന്നില്ല. മുഖം മറിച്ചവരാണ് ഞങ്ങൾ ഉപദ്രവിച്ചത് എന്ന് അവർ പറയുന്നു. മാവോയിസ്റ്റുകളാണോ ഇവരെ ആക്രമിച്ചത് എന്നുള്ള ഫിറോസിൻ്റെ സംശയത്തിന് മറുപടിയായിട്ട് ജോഷി പറയുകയാണ്, മാവോയിസ്റ്റുകളൊന്നുമല്ല ഇത് ചെയ്തത് എന്ന്. കൊല്ലപ്പെട്ട 2 പേരും യാതൊരു ബ്ലാക്ക് മാർക്കും സർവീസിൽ കാണിക്കാത്ത 2 ഓഫീസ് ഗ്രേഡിലുള്ള ആളുകളാണ്. കുടുംബക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് ആർക്കും ഇവരോട് ശത്രുതയുള്ളതായി അറിയില്ല എന്നുമുള്ളതുമാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസുകാരുടെ ഒരു മീറ്റിംഗ് ആണ്. ഇതുവരെ ജോഷി കണ്ടുപിടിച്ച കാര്യങ്ങളിൽ പറയുന്നത് 8 പേരോളമുണ്ടായിരുന്നു ആക്രമിക്കാൻ എന്നുള്ളതാണ്. ഇത് മുൻവൈരാഗ്യത്തോടെ ചെയ്തതാണ്, വല്ലാത്ത പകയോടെ ചെയ്തതാണ്. അതുപോലെയാണ് മൃതശരീരങ്ങൾ 2 വെട്ടിക്കീറി വികൃതമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇത് ചെയ്ത് പ്രൊഫഷണലായിട്ടുള്ള ഒരു കില്ലേഴ്സ് അല്ല എന്നും ജോഷി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ആദിവാസി ഊരാണ്. അവിടെ ഒരാൾ തേൻ കളക്ട് ചെയ്യുകയാണ് താഴ്വാരത്തുകൊണ്ട് കൊടുക്കാനായിട്ട്. ഇവർ ഈ കാണുന്ന 2 ആളുകളുടെയിലാണ് തേൻ കൊടുത്തു വിടുന്നത്. ഇതിൽ ബ്രൗൺ ഷർട്ട് ഇട്ടയാളുടെ പേര് മുരുകൻ എന്നും താഴെ ഇരിക്കുന്ന ആളുടെ പേര് കിച്ചൻ എന്നുമാണ്. തേൻ പായ്ക്കി എന്ന ആളുടെ മകളാണിത്, കനി എന്നാണ് പേര്. ആ സമയത്ത് ഇവൾ അങ്ങോട്ട് വരികയാണ്. കിച്ചൻ ഇവളോട് നല്ല സ്നേഹമാണ്. അവൻ സ്നേഹത്തോടെയാണ് ഇവളെ നോക്കുന്നത്. എന്നാൽ മുരുകനൊരു വല്ലാത്ത രീതിയിൽ കനിയെ നോക്കുന്നുണ്ട്. അവിടെ ആ സീൻ കട്ടാവുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് SP കുരുവിള ജോഷിയെ വിളിച്ച് പറയുകയാണ്, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം വൈത്തിരിയിൽ ഒരു മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരു സെർച്ച് നടത്തണമെന്ന് പറയുകയാണ് ജോഷിയോട്. സെർച്ചിങ്ങിനായിട്ട് ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഓഫീസേഴ്സിൻ്റെ കൂടെ കാട്ടിലെത്തുമ്പോൾ ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നും കുറച്ച് പേരെ പിടിച്ചുകൊണ്ട് ഇവർ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലെ കുറച്ച് പേര്
പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ കുറ്റം സമ്മതിച്ചാലും ഇല്ലെങ്കിലും മഹാദേവൻ്റെയും ബാബുരാജിൻ്റെയും കൊലപാതകം അവരുടെ തലയിൽ കെട്ടിവെക്കണം എന്ന് SP ഇവരുടെ അടുത്ത് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളെ അന്വേഷിച്ച് ജോഷി ആദിവാസി ഊരിലെത്തുകയാണ്. പരിചയമില്ലാത്ത ആരെ കണ്ടാലും വിവരം ധരിപ്പിക്കണം എന്നും പറഞ്ഞ് അവർ ഊരിൽ നിന്നും തിരിച്ചു പോരുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഫോറസ്റ്റിൽ കൂടി പോവുകയായിരുന്ന നേഹ മേഡത്തിനും അവരുടെ ഡ്രൈവർക്കും മാവോയിസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ അപ്പോഴേക്കും അവിടെ മറ്റ് പോലീസുകാർ എത്തിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോഷിയും ഫറൂഖും കൂടി ജീപ്പിൽ പോകുമ്പോൾ ഒരു അനോണിമസ് ആയിട്ടുള്ളൊരു മെസ്സേജ് വരികയാണ്. അത് കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവർ CI വർക്കിയെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ CI വർക്കി പറയുന്നു ഞാൻ ക്വാർട്ടേഴ്സിലുണ്ടെന്ന്. അപ്പോൾ ജോഷി പറയുകയാണ് ഇപ്പോൾ നേഹ മേഡത്തിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് സാർ, ഞങ്ങൾ വരുന്നിടം വരെ ക്വാർട്ടേഴ്സിന് പുറത്തിറങ്ങരുത്, സേഫായിട്ട് അകത്ത് തന്നെ ഇരിക്കണമെന്ന്. അപ്പോൾ വർക്കി പറയുന്നു എന്നെ നോക്കാൻ എനിക്കറിയാം, എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന്. എന്നാൽ അതിനിടയ്ക്ക് അവിടേക്ക് ആ കൊലപാതകം ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. വർക്കിയെ അവർ കൊല്ലുകയാണ്. മരിക്കാറായി എന്ന് ഉറപ്പായപ്പോൾ മുഖത്തിൻ്റെ മാസ്ക് മാറ്റി കാണിക്കുകയാണ് കൊലപാതകി. കൊലപാതകിയുടെ മുഖം കണ്ട് വർക്കി ഞെട്ടുന്നു. ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് സിനിമയിൽ കാണിച്ച ആദിവാസി ഊരിലെ കനി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ കൊലപാതകി. ജോഷിയും ഫറൂഖും കൂടി അവിടേക്ക് എത്തുമ്പോൾ വർക്കി മരിച്ച നിലയിൽ കിടക്കുന്നതാണ് കാണുന്നത്. മുൻപ് നടന്ന 2 കൊലപാതക സ്ഥലത്തെയും പോലെ തന്നെ ഇവിടെയും ഒരു ആരോ മാർക്ക് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 3 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന കൊലപാതകം തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് മുഖ്യമന്ത്രി SP വിളിച്ച് വഴക്ക് പറയുകയാണ്. SP ജോഷിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ആളുകളെ കണ്ടുപിടിക്കുക, കൊലപാതകളെ കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങുമെന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് പോലീസുകാർ കാട്ടിൽ കൂടിയും എല്ലാം ഓടി അവിടെ മാനിനെ വേട്ടയാടുന്നവരെയും അതുപോലെ തന്നെ കള്ളവാറ്റ് ചെയ്യുന്ന ആൾക്കാരെയും അങ്ങനെ കുറച്ച് സംശയാസ്പദമായി കണ്ടുകിട്ടുന്ന ആളുകളെ എല്ലാം പിടിച്ചുകൊണ്ട് വരികയാണ്. ഇത് ഒരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത്. എന്നാൽ SP കുരുവിള ജോഷിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. മാവോയിസ്റ്റുകളെയോ അല്ലെങ്കിൽ നക്സലൈറ്റുകളെയൊക്കെ പിടിക്കാതെ അതിനു പകരം ഇവരെയൊക്കെ എന്തിനാണ് പിടിച്ചിട്ട് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോഷി പറയുകയാണ് സാർ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല, കൊലപാതകം ചെയ്തത് മാവോയിസ്റ്റുകളോ നക്സലൈറ്റുകളോ ഒന്നുമല്ല, ഇത് ഒരു പേഴ്സണൽ റിവഞ്ചാണ് എന്ന് നമുക്ക് കൊലപാതക രീതി കാണുമ്പോൾ തന്നെ അറിയാം. അതാരുമാകാം, ഊരിലുള്ള ചില ആളുകളാകാം, അങ്ങനെ ആരെങ്കിലും ആകാം, അത് മാവോയിസ്റ്റുകളൊന്നുമല്ല ചെയ്തത് എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോഷിയും ഫറൂഖും കൂടി വർക്കിയുടെ കൊലപാതകം നടന്ന സ്ഥലത്തെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കുറേ കുപ്പിച്ചില്ലുകൾ അവിടെ കിടപ്പുണ്ട്. ആ കുപ്പിച്ചില്ല് വെച്ചാണ് വർക്കിയെ അവർ അടിച്ചും കുത്തിയൊക്കെ കൊന്നത്. അതിൽ ചില കുപ്പിച്ചില്ലുകളിൽ ഉറുമ്പുകൾ അരിക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ജോഷി പറയുകയാണ് ഇത് മദ്യക്കുപ്പി മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് മധുരമുള്ള എന്തോ വസ്തുക്കൾ കൊണ്ടുവന്ന ഒരു കുപ്പിയും കൂടിയുണ്ട് എന്ന്. പെട്ടെന്നാണ് ജോഷി ആദിവാസി ഊരിൽ തേൻ വിൽപ്പന നടത്തുന്നവരെ പറ്റി ചിന്തിച്ചത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആദിവാസി ഊരിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ മല്ലിയോട് മുരുകൻ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ മല്ലി മുരുകനെ അടിക്കുന്നു. ഇതുകൊണ്ട് എല്ലാവരും അവിടെ ഓടിക്കൂടുന്നു. ഈ പേരിൽ കിച്ചനും മുരുകനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരെ അന്വേഷിച്ച് പോലീസുകാർ ഊരിലേക്ക് എത്തുന്നതാണ്. അതിനു മുൻപേ തന്നെ അത് മനസ്സിലാക്കി അവർ ഊരിൽ നിന്നും കാടുവഴി രക്ഷപ്പെടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് SP കുരുവിള ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറുമായിട്ട് സംസാരിക്കുന്നതാണ്. അയാൾ പറയുകയാണ് കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരേ ആൾക്കാർ തന്നെയാണ്. ആ ഗ്രൂപ്പിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാന കൊലയാളി ഒരു സ്ത്രീയാണ്. 30 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയാണ് കൊലപാതകി എന്ന് പറയുന്നു. ഇത് കേട്ട് കുരുവിള എന്തോ ഒരു കാര്യം മനസ്സിലായതുപോലെ നിൽക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷപ്പെടുന്നവർ ഉൾക്കാടിലേക്ക് കടക്കുന്നതാണ്. അവിടെ ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ അവിടെ അരുവിയുടെ അടുത്ത് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നു. കനി സ്വപ്നം കാണുന്നതായിട്ടാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. ഇതൊരു ഫ്ലാഷ് ബാക്കാണ്. ഇവർ കൂടുതൽ തേൻ ശേഖരിച്ച് വിറ്റുകൊണ്ടിരുന്ന ആളെയാണ് ഇതിൽ കാണിക്കുന്നത്. കാട്ടിൽ വെച്ച് അയാളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി പോയിട്ട് അയാൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് ദൂരെ ഒരു പോലീസ് ജീപ്പ് വരുന്നത് കാണുന്നത്. ആ പോലീസ് ജീപ്പിലുണ്ടായിരുന്നത് SI ബാബുരാജും CI വർക്കിയുമായിരുന്നു. ഇയാൾ ഇതെല്ലാം അങ്ങ് ദൂരെ നിന്നും അവ്യക്തമായി കാണുകയാണ്. ആ വണ്ടിയുടെ ഡിക്കിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് കനിയായിരുന്നു. ബാബുരാജും വർക്കിയും അവിടെ നിന്ന് സംസാരിക്കുകയാണ്.
ഇവിടെ കളയാനാണ് പറഞ്ഞത്, ഇവിടെയാണെങ്കിലല്ല പുലിയോ കടുവയോ ഒക്കെ എടുത്തുകൊണ്ട് പോയിക്കോളും, ഇവിടെ അതിനെ കളയാനാണ് പറഞ്ഞത് എന്ന് പറയുന്നു. അവർ രണ്ടുപേരും അടുവെച്ച് കനിയെ ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം കനിയെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് അവർ പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തേൻ വിൽക്കുന്നയാളും ഭാര്യയും കാറിലിരിപ്പുണ്ടായിരുന്നു. എന്താണ് അവർ കളഞ്ഞതെന്ന് അറിയാനായിട്ട് അവരുടെ ജീപ്പ് പോയതിന് ശേഷം ഇവർ പോയി നോക്കുമ്പോഴാണ് കനിയെ കാണുന്നത്. അങ്ങനെ കനിയെ അവർ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. ഇനി കഥ പ്രസൻറ്റിലേക്ക് വരികയാണ്. രക്ഷപ്പെടുകയായിരുന്ന കനിയെയും സംഘത്തെയും ആക്രമിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ തോക്കും വടിയൊക്കെ ആയിട്ട് വരികയാണ്. ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. കനിയും അനിയത്തിയും അച്ഛനും അമ്മയും വേറൊരാളും ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ഫൈറ്റിൽ കൊല്ലപ്പെടുകയാണ്. കനിയുടെ അനിയത്തിയെ ആക്രമിക്കാൻ വന്നവർ പിടിച്ചോണ്ട് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കുരുവിള ജോഷിയെ വിളിച്ചു പറയുകയാണ്, താൻ ഇനി ഈ കേസിന് പുറകെ അന്വേഷിക്കേണ്ട, അവരെ ഇവിടെ കൊണ്ടുവരാനുള്ള ഇരയെ ഞാനിവിടെ കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് SP, നേഹ, അതുപോലെ കുരുവിള എന്നിവർ ചേർന്ന് കനിയുടെ അനിയത്തിയെ ഇവിടെ കെട്ടിവെച്ചിരിക്കുകയാണ്. നേഹ കുരുവിളയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരാളാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കുരുവിള കനിയുടെ അനിയത്തിയോട് മോശമായി പെരുമാറാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് നേഹയും സംഘവും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ ഫൈറ്റ് നടക്കുകയാണ്. അവസാനം കുരുവിളയും നേഹയും അടിച്ച് പരുവമാക്കി കനിയും കൂട്ടരും ചെയറിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനി കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. വർഷങ്ങൾക്ക് മുൻപ് കുരുവിള കാട്ടിൽ പോയ സമയത്ത് കുരുവിളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ആ സമയത്താണ് കുരുവിള സ്കൂൾ വിട്ട് വരികയായിരുന്ന കനിയെ കാണുന്നത്. കനിയോട് അയാൾക്ക് അപ്പോഴൊരു താല്പര്യം തോന്നി. അതിനായിട്ട് അയാളൊരു മാർഗം കണ്ടെത്തി. ആദിവാസി ഊരിലെ ആളുകളെല്ലാം വിളിച്ചുകൂട്ടി അയാൾ പറയുകയാണ്, പരിചയമില്ലാത്ത ആരെയെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി ഞങ്ങളെ അറിയിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു മീറ്റിംഗ് നടത്തി. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള നിലയിൽ ഒരു മീറ്റിംഗ് നടത്തി. കനിയുടെ അച്ഛനായിരുന്നു ആ ഊരിലെ മൂപ്പൻ. എന്ത് കാര്യമുണ്ടെങ്കിലും മൂപ്പൻ എന്നെ അറിയിക്കണം എന്നെല്ലാം ഇവരോട് നല്ല രീതിയിലെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് സ്കൂൾ വിട്ട് കനി തിരിച്ചെത്തുന്നത്. എഴുതിയ എല്ലാ പരീക്ഷയ്ക്കും ഫുൾ മാർക്കുണ്ട് എന്ന് സന്തോഷത്തോടെ ഓടി വന്ന് കനി മൂപ്പൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ മൂപ്പൻ കുരുവിളയോടും നേഹയോടുമായിട്ട് പറഞ്ഞു, സാർ ഞങ്ങളെ സഹായിക്കണം, ഇവൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, കനിക്ക് വലുതാകുമ്പോൾ പോലീസ് ആകണമെന്നാണ് ആഗ്രഹം, അതിന് സാർ സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ കുരുവിള പറയുകയാണ്, എന്തായാലും സഹായിക്കും, നിന്നെ പോലീസാക്കാം, അതിന് കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെയുണ്ട്, അതെല്ലാം നീ പാസ്സാവണം, നിന്നെ പോലീസാകാൻ എന്തായാലും സഹായിക്കാമെന്ന് പറയുകയാണ്. അടുത്ത മീറ്റിങ്ങിൽ കാണിക്കുന്നത് മരിച്ചുപോയ വർക്കി, കുരുവിള, മഹാദേവൻ എന്നിവരുടെ ഒരു മീറ്റിംഗാണ്. ആ കൂട്ടത്തിൽ നേഹയുമുണ്ട്. അവർ കാട്ടിൽ നിന്നും തടി മറച്ചു വിറ്റ പങ്ക് വീതം വയ്ക്കുകയാണ്. കനിയെയും അച്ഛനെയും ഈ സമയം അവരങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ട്രാപ്പായിരുന്നു. കനിയുടെ അച്ഛനെ പുറത്തിരുത്തിക്കൊണ്ട് കനിയെ അകത്തേക്ക് ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവർ വിചാരിച്ചത് കുട്ടീനെ പോലീസാക്കാൻ സഹായിക്കാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളുമാണെന്നുള്ളതായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കുരുവിളയും മഹാദേവനും കനിയെ റേപ്പ് ചെയ്യുന്നതാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വർക്കിയും ബാബുരാജും കൂടി കനിയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് കനിയുടെ അച്ഛൻ ഇത് കാണുന്നത്. എൻ്റെ മോൾക്ക് ഇതെന്തു പറ്റി എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് അയാൾ ഓടി വന്നു. പക്ഷെ അപ്പോഴേക്കും കുരുവിള അയാളെ വെടിവെച്ച് കൊന്നു. ഇനി കഥ പ്രസൻറ്റിലേക്ക് വരുന്നു. ഇന്നത്തെ സീനിൽ കാണിക്കുന്നത് കുരുവിളയും നേഹയും ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരുടെ ദേഹത്തേക്ക് ഇവർ തേൻ ഒഴിക്കുകയാണ്. തന്നെ ഉപദ്രവിച്ചതിനെ പറ്റിയും മറ്റും കനി ഇവരുടെ അടുത്ത് എണ്ണി കണക്ക് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കനി തേനീച്ചയുടെ കൂട് തുറന്നിട്ടിട്ട് പോവുകയാണ്. തേനീച്ച ഇവരെ വല്ലാതെ കുത്തി അങ്ങനെ ഇവർ മരിച്ചു പോവുകയാണ്. ഈ സമയമായപ്പോഴേക്കും ജോഷി കുരുവിളയുടെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വന്നപ്പോഴേക്കും തേനീച്ച കുത്തി അവർ രണ്ടുപേരും മരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കുരുവിളയുടെ കൂടെ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വന്ന് കുരുവിളയുടെ ചെയ്തിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളെ പറ്റിയും ജോഷിയുടെ അടുത്ത് പറയുന്നതാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കൊലപാതകങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു അസ്ത്രം ജോഷിയുടെ കയ്യിലേക്ക് എത്തുകയാണ് ഒരു കൊറിയർ വഴി. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോഷി ആദിവാസി ഊരിലേക്ക് പോവുകയാണ് ഇവരെ അന്വേഷിച്ച്. ഊരിലെ പ്രായമായ ഒരാൾ ജോഷിയുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നതാണ്, സാർ ഞാൻ പറയുന്നതും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. കനിയെയും അച്ഛനെയും കുറേ നേരമായിട്ടും കാണാത്തത് കൊണ്ട് ഊരിലെ കുറച്ച് ആളുകൾ കുരുവിളയുടെ അടുത്തേക്ക് എത്തി അവരെ അന്വേഷിച്ച്. ഇവർ കാണുന്നത് കനിയെ കാണാതെ ആയതും അതുപോലെ മൂപ്പനെ വെടിവെച്ച് കൊന്നിട്ടിരിക്കുന്നതുമാണ്. ഇത് പുറത്തറിയാതെ ഇരിക്കാനായിട്ട് കുരുവിള വന്ന അത്രയും പേരെ വെടിവെച്ച് അവിടെ തന്നെ കൊല്ലുന്നു. അതിനുശേഷം
തന്നെ ആക്രമിക്കാൻ വന്ന ആളുകളെ കൊന്നു എന്ന രീതിയിലേക്ക് കേസ് മാറ്റുകയും ചെയ്തു. ഇതെല്ലാം ജനലിലൂടെ മറഞ്ഞു നിന്ന് ജോഷിയോട് കാര്യങ്ങൾ പറഞ്ഞ ആ അപ്പൂപ്പൻ കാണുന്നുണ്ടായിരുന്നു. ജോഷിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. കുരുവിള മരിച്ചത് നന്നായി എന്നുള്ള രീതിയിലേക്ക് ജോഷി എത്തുകയാണ്. അതിനിടയ്ക്ക് ന്യൂസ് കാണിക്കുന്നുണ്ട്. കേസ് പുരോഗമിക്കാത്തത് കൊണ്ട് ജോഷിയുടെ കയ്യിൽ നിന്നും കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മാറി എന്നുള്ളത്. ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. കനിയുടെ കൂട്ടത്തിൽ അന്ന് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും, അതായത് കനിയെ അന്ന് രക്ഷിച്ച അയാളും അയാളുടെ ഭാര്യയും പിന്നെ കനിയുടെ അനിയത്തി എല്ലാവരും നല്ല നിലയിൽ സന്തോഷത്തോടെ കഴിയുന്നതായിട്ടാണ് സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നത്. ലാസ്റ്റ് കനിയെയും കാണിക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ക്ലൈമാക്സോടെ ഈ സിനിമ തീരുകയാണ്. എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സിനിമകളുടെ എക്സ്പ്ലനേഷനുമായി വരാം. ബൈ ബൈ.